പൊതുജനങ്ങൾക്ക് ഉപകാരമാകും വിധം പുതിയ നിർദ്ദേശങ്ങൾ ഇറക്കിയിരിക്കുകയാണ് ട്രായ് അഥവാ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. വോയിസ് കോളിനും SMS-നും മാത്രമായി പ്ലാനുകൾ കൊണ്ടുവരാൻ ഉത്തരവിറക്കിയപ്പോൾ അതനുസരിക്കാൻ കൊള്ളലാഭം നേടിക്കൊണ്ടിരുന്ന ടെലികോം കമ്പനികൾ നിർബന്ധിതരായിരുന്നു. ഇപ്പോഴിതാ 20 രൂപ റീചാർജിൽ സിം 90 ദിവസം വരെ ആക്റ്റീവായി നിലനിർത്താൻ കഴിയുന്ന പ്ലാൻ ഇറക്കാൻ കമ്പനികളോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ട്രായ്. എന്നാൽ കമ്പനികൾ എത്രത്തോളം കാര്യക്ഷമമായി ഇത് ആളുകളിലേക്ക് എത്തിക്കുമെന്നത് ചോദ്യചിഹ്നമാണ്. നിർദ്ദേശം ഇറങ്ങിയിട്ടും ആദ്യം പറഞ്ഞ പ്ലാൻ ആളുകളിലേക്ക് എത്തിക്കാൻ ടെലികോം കമ്പനികൾ ഇതുവരെയായും തയ്യാറായിട്ടില്ല. വോയിസ് കോളുകൾക്കും SMS-നും മാത്രമായി റീചാർജ് ചെയ്യാനുള്ള സൗകര്യം നൽകണമെന്ന നിർദ്ദേശമിറക്കി ദിവസങ്ങൾക്കുള്ളിൽ പ്ലാനുകൾ അവതരിപ്പിച്ച് നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയിരിക്കുകയാണ് പല ടെലികോം കമ്പനികളും. ഒരു സ്പെഷ്യൽ താരിഫ് വൗച്ചറെങ്കിലും വോയിസ് SMS സേവനത്തിനു മാത്രമായി പുറത്തിറക്കണമെന്നതാണ് ഇതിൽ ട്രായ് പറഞ്ഞിരുന്നത്. ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന നിരവധി ഉപഭോക്താക്കളുണ്ട്. ഇക്കൂട്ടർ ആവശ്യമില്ലാതെ സേവനങ്ങൾക്ക് കൂടി പണം നൽകേണ്ടതായി വരുന്നു. ഈ അവസ്ഥയ്ക്കാണ് ട്രായ് കടിഞ്ഞാണിട്ടത്. എന്നാൽ പൊതുജനത്തിന് ഉപകാരമാകും വിധം ട്രായുടെ നിർദ്ദേശങ്ങൾ വീണ്ടും തുടരുകയാണ്. 20 രൂപയ്ക്ക് സിം 90 ദിവസം ആക്റ്റീവ് ആക്കാൻ പാകത്തിൽ പ്ലാൻ ഇറക്കാനാണ് ട്രായ് രണ്ടാമത് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ എല്ലാ മാസവും സിം ആക്റ്റീവായി നിലനിർത്താൻ ഏകദേശം 199 രൂപയ്ക്ക് റീചാർജ് ചെയ്യണം. മിക്കവരുടെയും കയ്യിൽ 2 സിം കാർഡുകൾ ഉണ്ടാകും. ഒന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡറി സിം അടിയന്തര ഘട്ടത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സെക്കൻഡറി സിം കട്ടാകാതിരിക്കാൻ റീചാർജ് ചെയ്യാൻ വലിയ തുക ചിലവഴിക്കേണ്ടിയും വരുന്നു. ഇതിനാണ് പരിഹാരമാകുന്നത്. പ്രീപെയ്ഡ് സിം കാർഡുകൾ ആക്റ്റീവായി നിർത്താൻ 20 രൂപ ചിലവഴിച്ചാൽ മാത്രം മതിയെന്നും ട്രായ് പറയുന്നു. സിം കാർഡിൽ കുറഞ്ഞത് 20 രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ ആ സിം ആക്റ്റീവായി നിലനിർത്തണമെന്നതാണ് പുതിയ മാനദണ്ഡം. നിലവിൽ എല്ലാ മാസവും ആക്റ്റീവായി നിലനിർത്താൻ ഏകദേശം 199 രൂപ റീചാർജ് ചെയ്യണമെന്നത് വലിയ കൊള്ളയായിരുന്നു. പുതിയ നിയമം പ്രീപെയ്ഡ് സിം കാർഡുകൾക്ക് മാത്രമാണ് ബാധകം. 90 ദിവസത്തിനുള്ളിൽ സിം കാർഡ് ഉപയോഗിച്ചില്ലെങ്കിൽ സിം ഡീആക്ടിവേറ്റ് ആകും. എന്നാൽ സിം കാർഡിൽ 20 രൂപയോ അതിൽ കൂടുതലോ രൂപയോ ഉണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് കൂടി ആക്റ്റീവ് ആകും. 20 രൂപയിൽ താഴെയാണെങ്കിൽ സിം ഡീആക്റ്റീവ് ആകുകയും ചെയ്യും. എന്നാൽ സിം പ്രവർത്തനരഹിതമായി 15 ദിവസത്തിനുള്ളിൽ 20 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ വീണ്ടും ആക്റ്റീവ് ആകും എന്നതാണ് പുതിയ വ്യവസ്ഥ. ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. ട്രായയുടെ ഇത്തരം നിർദ്ദേശങ്ങൾ പൊതുജനത്തിന് വലിയ രീതിയിൽ സഹായകമാകുമെന്നതാണ് വലിയ പ്രതീക്ഷ. എന്നാൽ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുമ്പോഴും ആളുകളിലേക്ക് പുതിയ പ്ലാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത.